ഇന്ന് പോകുന്നത് ഈ കാണുന്ന മക്ബറയിലേക്കാണ്. പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റേത് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മക്ബറയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സലാലയിലെ ടൗണിനടുത്തുള്ള ഒരു തീരദേശ പ്രദേശത്താണ്. വിശുദ്ധ മദീനയിൽ സ്ഥിതി ചെയ്യുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ബറയൊഴികെ മറ്റുള്ള മുൻകാല പ്രവാചകന്മാരുടെ ഖബറുകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതിന് പ്രാമാണികമായി തെളിവുകളൊന്നും ലഭ്യമല്ല. യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെതെന്ന് പറയപ്പെടുന്ന ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് സമുദ്ര തീരത്താണ്. പ്രമാണങ്ങളും തെളിവുകളും എന്തു പറയുന്നു എന്ന് നോക്കിയിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്നത്, മറിച്ച് അല്ലാഹു തആല ഈ പ്രദേശത്തിന് കൊടുത്ത ഒരു കറാമത്താണ്. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഈ പ്രദേശത്ത് ആളുകൾ വരികയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും സൽക്കർമ്മങ്ങളും ചെയ്യുന്നു എന്നുള്ളത്. സഹായി എന്ന അർത്ഥം വരുന്ന സ്വാഹിബുൽ മദദ് എന്ന പദം ഇവിടെ വാതിൽക്കൽ തന്നെ കൊത്തിവച്ചിരിക്കുന്നത് കാണാം. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അള്ളാഹു ആദരിച്ച ഒരു പ്രദേശമാണിത് എന്ന ഉദ്ദേശത്തിൽ ഇവിടെ വന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ഞങ്ങൾ ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഈ മക്ബറയുടെ ഉള്ളിൽ കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വല്ലാത്തൊരു അനുഭൂതിയാണ്. ആത്മീയമായി വലിയൊരു സന്തോഷം ഈ മക്ബറയുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. സുഗന്ധദ്രവ്യമായ ഊദ് പോലെ പുകയ്ക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു സുഗന്ധദ്രവ്യമാണ് കുന്തിരിക്കം. ക്വാളിറ്റിയേറിയ കുന്തിരിക്കത്തിന് വളരെ പേരുകേട്ട ഒരു പ്രദേശമാണ് സലാല. കുന്തിരിക്കത്തിന്റെ മരങ്ങൾ വച്ചുപിടിപ്പിച്ച് പരിപാലിക്കുന്ന ഒരു ഫാമാണ്. കോടമഞ്ഞും പച്ചപ്പും നിറഞ്ഞ അതിമനോഹരമായൊരു പുൽത്തകിടിയും അതിനോട് ചേർന്ന ഒരു വ്യൂ പോയിന്റും കണ്ടപ്പോൾ വാഹനം പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു ചെറിയൊരു ബിരിയാണിയൊക്കെ പാചകം ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചു പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. യാത്രയുടെ ഇടവേളയിൽ വീണ് കിട്ടിയ അവസരം മുതലെടുക്കാൻ മൂന്നാളും കൂടി ഗ്രൗണ്ടിൽ പട്ടം പറത്തലും ഓടിക്കളിയും ഒക്കെ ആരംഭിച്ചു. ഓക്കേ പോരെ. ഈ കാണുന്നത് ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ മക്ബറയാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ അതിഭീകരമായ പ്രളയത്തിന് ശേഷം ഭൂമിയിൽ ആദ്യമായി വിഗ്രഹാരാധനയ്ക്ക് തുടക്കം കുറിച്ച ഒരു സമൂഹമാണ് ആദ് ഗോത്രം. ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഹൂദ് നബി അലൈഹിസ്സലാമിനെ അയച്ചത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൽ അറാഫിലും അതുപോലെ അൽ അഹ്ഖാഫിലും ഹൂദ് നബി അലൈഹിസ്സലാമിന്റെയും ആദ് സമൂഹത്തിന്റെയും സംഭവങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അഹ്ഖാഫിനെ പറ്റിയുള്ള ചരിത്രപരമായ വിവരണങ്ങൾ ഈ ചുവരിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് കാണാം. മക്ബറയുടെ ഉള്ളിലേക്ക് കടന്ന് ഞങ്ങൾ വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനും മറ്റു സൂറത്തുകളുമൊക്കെ പാരായണം ചെയ്യുകയും ഹൂദ് നബി അലൈഹിസ്സലാമിന്റെയും ആദ് സമൂഹത്തിന്റെയും ഒക്കെ അവസ്ഥകളും ചരിത്രങ്ങളുമൊക്കെ അനുസ്മരിക്കുകയും കുട്ടികൾക്ക് അവ പകർന്നു നൽകുകയും ചെയ്തു. അഹങ്കാരം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും മനുഷ്യൻ അത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്നുമുള്ള വലിയൊരു പാഠം ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ സ്മരണയിൽ നിന്നും ഞങ്ങൾ ഓർത്തെടുത്ത് അവിടെ നിന്നും യാത്ര തിരിച്ചു.
ഐൻ സഹൽനൂത്ത് എന്നറിയപ്പെടുന്ന തെളിനീരുറവ പൊട്ടുന്ന അരുവിയുടെ അടുക്കലേക്കാണ് എത്തിയിട്ടുള്ളത്. പോയിക്കൊണ്ടിരിക്കുന്നേ ഓ എന്താ ചൊല്ലിയത് يا مبدع الأكوان يا ربي يا رحمن يا مبدع الأكوان إليك قلبا يذوب حبا بالنور والإيمان إليك قلبا يذوب حبا بالنور والإيمان بالنور والإيمان يا ربي يا رحمن يا مبدع الأكوان يا ربي يا رحمن يا مبدع الأكوان إليك قلبا يذوب حبا بالنور والإيمان إليك قلبا يذوب حبا بالنور والإيمان بالنور والإيمان الكون في نجواه نداك يا رباه الكون في نجواه نداك يا رباه وإذ بروحي تسمو جروحي وتعزف الألحان وإذ بروحي تسمو جروحي وتعزف الألحان يا ربي يا رحمن يا ربي يا رحمن يا ربي يا رحمن. Thank you for watching. Like, subscribe and comment your opinions. Stay tuned for next episode from Iraqib.